തമാലശ്യാമളം ഭദ്രം പിംഗളാകൽപ്പസുന്ദരം അധീക്യകാർമുകം വന്ദേ സത്യമാവ്യക്തയൗവനം. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. മാതാപിതാ ഗുരുദൈവമേ ശരണമയ്യപ്പ. സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളായ എല്ലാ ധന്യാത്മാക്കൾക്കും നൂറായിരം ശരണമന്ത്ര സ്നേഹ ആശംസകൾ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മണ്ഡല മകരവിളക്ക് മഹോത്സവം അത്യുജ്വലമായി ഭക്തിപൂരിതമായി ആചാര അനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അത്യത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ചൊല്ലിയ ഒരു മന്ത്രം ഞങ്ങളുടെ കുലപരദേവതയായ അയ്യപ്പസ്വാമി നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു ശാസ്ത്രകൽപ്പം, ആ പൂജാവിധികളിലെ അതിമനോഹരമായ ഒരു ധ്യാനമാണ് തമാലശ്യാമളം ഭദ്രം. നമുക്കറിയാം 18 മലകളാണ് ശബരിമല. ആ 18 മലകളിൽ പച്ച വിരിച്ച സഹ്യനിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഭദ്രമായി ശാസിതമായി ശാസ്താവായി അയ്യപ്പസ്വാമി നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കുകയാണ്. വളരെ അതീവ സുന്ദരനായ ആ അയ്യപ്പസ്വാമി ശര ചാപ ധാരിയായ പൂർണ്ണ യൗവനാരംഭയുക്തനും അതുപോലെ തന്നെ സത്യസ്വരൂപനുമായ അയ്യപ്പസ്വാമി, ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവർഷം വ്രത വിശുദ്ധിയുടെ മണ്ഡലക്കാലം. നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിൽ 41 നാള് വ്രത വിശുദ്ധരായ അമ്മമാരും പൊന്നോമന മക്കളും സഹോദരന്മാരുമുണ്ട്. ഈ 4 പതിറ്റാണ്ടിലേറെ കാലത്തെ വേദ ഉപാസനയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ വ്രതവിശുദ്ധിയുടെ മണ്ഡലക്കാലം ഒരു താൽക്കാലിക സന്യാസമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. വ്രതവിശുദ്ധിയിൽ പൂത്തുലയുന്ന ഹൃദയകമലങ്ങൾ, കുടുംബാംഗങ്ങൾ. അപ്പം സന്യാസം, സന്യാസ ഇതി സന്യാസഃ. നമ്മൾ സർവ സംഘ പരിത്യാഗമാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. ജ്ഞാനം സന്യാസ ലക്ഷണം. അത് അറിവും വേണം. എന്താണ്? തത്വമസി പൊരുളായ അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർ ആ തത്വമസിയിലോട്ട് ഉയരുന്ന അറിവ് തന്നെയാണ്, മറ്റൊന്നുമല്ല. അപ്പം സർവസംഘ പരിത്യാഗം, സംഘം
ഒട്ടിച്ചേരൽ, ഭാര്യയുമായിട്ടുള്ളൊരു ഒട്ടിച്ചേരൽ, മക്കളുമായിട്ടുള്ളൊരു ഒട്ടിച്ചേരൽ, കുടുംബവുമായിട്ടുള്ള ഒരു ഒട്ടിച്ചേരൽ, ശരീരവുമായിട്ടുള്ള ഒട്ടിച്ചേരൽ, ആഹാരവുമായിട്ടുള്ള ഒട്ടിച്ചേരൽ, വസ്ത്രങ്ങളുമായിട്ടുള്ള ഒരു ഒട്ടിച്ചേരൽ, ഇവയോടൊക്കെ അമിതമായ സംഘം ഉപേക്ഷിക്കുന്നു. അതാണ് നാം നഖം വളർത്തുന്നു, താടിയും മുടിയൊക്കെ വളർത്തുന്നു, കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള. അപ്പോൾ എല്ലാവരും പരസ്പരം സ്വാമി എന്ന് അഭിസംബോധന ചെയ്യുന്നു. എന്താണ്? ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയിരിക്കുകയാണ്. ദുഃഖ ദുരിതപൂരിതമായ കടലിലെ തിരമാലയടിക്കുന്നത്, അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്നത് പോലെ ഉള്ള ശാപദുരിത ജന്മത്തിൽ നിന്നും ഒരു സ്വാമിയാവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ് സ്വാമി? റൂളർ, ഗവർണർ, എംപറർ. അതാണ് ഈ സ്വാമി. ഈ സ്വാമി ഇവിടെ രാഘവൻ നായരും, ഇവിടെ ഗോപാലൻ പിള്ളയും, ഇവിടെ കൃഷ്ണനും വിജയനും അബ്ദുള്ളയും ജോർജും ജാതി മത വർണ്ണ വർഗ വൈരാഗ്യത്തോടുകൂടി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിലൂടെ വ്യത്യസ്തമായി വിഭിന്നങ്ങളാക്കി നിർത്തുന്ന ഒരു സമൂഹത്തിൽ ഒരു സാഹോദര്യത്തിൻ്റെ കാഹള മന്ത്രമാണ് ശരണമന്ത്രം. അതാണ് സ്വാമി മന്ത്രം. ഒരു ഐക്യത ഊട്ടി വളർത്തുന്നതാണ് അയ്യപ്പ മണ്ഡല ഭജനം. അപ്പോൾ ആ ഒരു സംസ്കൃതി, ആ മണ്ഡലക്കാലം കുടുംബത്തിലൊക്കെ പ്യൂർ വെജ് എന്താണ്? അഹിംസാധിഷ്ഠിതമായ ഒരു സംസ്കൃതി. മറ്റൊന്നുമല്ല, ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ വല്ല കുമ്പളങ്ങയോ അല്ല വെണ്ടയ്ക്കോ അല്ല സാമ്പാറോ അവിയലോ പുളിശ്ശേരിയൊക്കെ കൂട്ടി മദ്യവും മയക്കുമരുന്നും പുകവലി ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംസ്കൃതി. അതാണ് അയ്യപ്പ സംസ്കൃതി. ഈ അയ്യപ്പ സംസ്കൃതി ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ ഈ മണ്ഡലക്കാലത്തിലൂടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ അട്ടിമുട്ടിയായ ഒരു പരിവർത്തനം. ആ പരിവർത്തനം എന്തൊരാശ്ചര്യമാണ്! ആശ്ചര്യവത് പശ്യതി കശ്ചിതേന ആശ്ചര്യവദതി തഥൈവ ചാന്യത് ആശ്ചര്യവാശ്ചൈവ മന്വശ്രുണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്ത്. എന്തൊരത്ഭുതമാണ്! മാക്സ് മുള്ളർ പറയുന്ന 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഋഗ്വേദ കാലഘട്ടത്തിലെ സംസ്കൃതിയാണ് ഈ അയ്യപ്പ സംസ്കൃതിയായി ഇന്ന് നമുക്ക് ഇവിടെ ഓരോ വ്യക്തിക്കും ജീവിച്ച് അവന് ഈശ്വരനായി ഉയരാൻ. ഈശ്വരോ ഗുരുരാത്മേതി. ഈശ്വരനും അയ്യപ്പസ്വാമിയും ഗുരുസ്വാമിയും, ഗുരുസ്വാമിക്ക് മുകളിലുള്ള സാക്ഷാത് സ്വാമിയും അടിയനും എല്ലാം ഈശ്വരനും ഗുരുവും എന്നിലുള്ള ആത്മാവും എല്ലാം അയ്യപ്പസ്വാമിയായി മാറുന്ന ഒരത്യാശ്ചര്യം. അതാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. കാണുന്നത് മുഴുവൻ അയ്യപ്പൻ, കേൾക്കുന്നത് മുഴുവൻ അയ്യപ്പൻ, പറയുന്നത് മുഴുവൻ അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ആ കണ്ണിലെ കൃഷ്ണമണിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കൊണ്ട് നടക്കണം, നമ്മുടെ കൃഷ്ണമണിയെ. അപ്പോഴോ വേദങ്ങൾ പറയുന്നു, ഭദ്രം കർണേഭി പശ്യന്ത ഭദ്രം പശ്യമക്ഷഭിര്യജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടാംശ വ്യസേമ ദേവഹിതം യഥായു. അയ്യപ്പസ്വാമി കനിഞ്ഞനുഗ്രഹിച്ച, ഇത് വേദത്തിൻ്റെ റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. വ്യസേമ ദേവഹിതം, അയ്യപ്പഹിതം ആ അന്ത്യശ്വാസം വരെ കൊണ്ട് നടക്കേണ്ടതാണ്. പാടിയില്ലേ നമ്മുടെ MG ശ്രീകുമാർ, കണ്ണോളം കണ്ടത് പോരാ കാതോളം കേട്ടത് പോരാ, അയ്യൻ്റെ മായകൾ കേട്ടാൽ തീരുമോ ഗുരുസ്വാമി,
തിരുവടി ശരണം സ്വാമിയേ, ഇരുമുടി ശരണം സ്വാമിയേ, കർപ്പൂരക്കതിർകൾ കണ്ടക്കതിർ കാണിപ്പൊന്നു നടയ്ക്കു വയ്ക്കുന്നേ. കണ്ണോളം കണ്ടത് പോരാ, കാതോളം കേട്ടത് പോരാ, എന്നയ്യൻ്റെ മായകൾ കേട്ടാൽ തീരുമോ ഗുരുസ്വാമി. അയ്യപ്പസ്വാമിയെ കണ്ണു നിറയെ എത്ര കണ്ടാലാണ് മതി വരിക? അപ്പൊ അയ്യപ്പൻ എവിടെയാണ്? കണ്ണിൻ്റെ ഉള്ളിലാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് ഹൃദയ കമല നിവാസി, ഹൃദയ കമല നിവാസിയാണ് അയ്യപ്പസ്വാമി. ഹൃദയ കമല നിവാസി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറയും ഹൃത് പുണ്ടരീകം പരമം പവിത്രം. ഹൃത് പുണ്ടരീകം പരമം പവിത്രം. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തെ കേട്ടില്ലേ? വസുർ വസുമന സത്യ സമാത്മ സംവിദോ സമം അമോഘ പുണ്ടരീകാക്ഷോ, അമോഘ പുണ്ടരീകാക്ഷോ. പുണ്ടരീകാക്ഷൻ എന്താണ്? ഹൃദയ ഗുഹാനിവാസിയാണ് അയ്യപ്പൻ. യത് പുണ്ടരീകം പരമം പവിത്രം, യത് പുണ്ടരീകം പരമധ്യ സംസ്ഥിതം. അകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഹൃദയങ്ങളിലും ഹൃദയ ഗുഹാക്ഷേത്ര നിവാസിയായ അയ്യപ്പസ്വാമി ഇത് തന്നെയാണ് ശബരിമലയിലെ അത്യത്ഭുതങ്ങളിൽ അത്ഭുതം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അതിന് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പവിത്രവും പരിശുദ്ധവുമാക്കി മാറ്റുകയാണ് ഓരോ വ്യക്തിയെ. അപ്പോൾ ആ ഓരോ വ്യക്തിയുടെയും ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ, ഹൃദയകമാലത്തിൽ ജ്വലിക്കുന്ന തേജസ്സാണ് അയ്യപ്പൻ. നമുക്കറിയാം ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു ഉത്തുംഗ ഹിമവൽ ശൃംഖമാണ് ശബരിമല. അവിടെ നമുക്കറിയാം പരശുരാമ പ്രതിഷ്ഠിതമാണ് ശബരിമല. ഇത് പറയുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. പരശുരാമ പ്രതിഷ്ഠയാണ് ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രമെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീമദ് ഭാഗവതം 5500 വർഷം മുന്നേ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ ഭാഗവതത്തിൽ പരശുരാമ അവതാരത്തെക്കുറിച്ച് പറയുന്നു. നോക്കണം, വർഷം ഓർമ്മ വേണം. 5500 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഭാഗവതത്തിൽ. അപ്പോൾ ഈ പരശുരാമ പ്രതിഷ്ഠ ചെയ്ത ശബരിമല, അപ്പോൾ ഈ അയ്യപ്പസ്വാമിയും ഈ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയുടെ അടുത്തുള്ള വാവരു പള്ളിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവും ഇല്ല. കാരണം ഇതിപ്പോൾ 2025. അപ്പോൾ 2025 വർഷം മുന്നെയാണ് യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് മുഹമ്മദ് നബി ജനിച്ചത്. മുഹമ്മദ് നബി ജനിച്ചതിന് ശേഷമാണ് പ്രവാചകനായ അദ്ദേഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായ മുസൽമാന്മാരുണ്ടായിരിക്കുന്നത്. അതിന് ശേഷമാണ് അവർ കച്ചവടത്തിനായി ഈ ഭാരതത്തിലേക്കും കേരളത്തിലേക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശബരിമല അയ്യപ്പനും ഈ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രവും ഈ വാവര് പള്ളിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തെങ്കിലും പറയുന്നതിനൊരു അടിസ്ഥാനം വേണം. ശരണം അയ്യപ്പ, വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല. കാരണം എനിക്കറിയാം എൻ്റെ പൊന്നയ്യപ്പ സ്വാമിയെ. അപ്പോൾ താഴമൺ തന്ത്രിയുടെ പൂജാവിധികളിലൂടെ പരശുരാമ പ്രതിഷ്ഠിതമായ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ സംസ്കൃതിയിലാണ് ഈ ക്ഷേത്രങ്ങളിൽ, ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ
അതിൽ നമുക്കറിയാം ബ്രാഹ്മി മുഹൂർത്തമുത്തായ കൃതിശൈവ വിധിശ്രവ ബ്രാഹ്മമുഹൂർത്തമായ 3:30 ശബരിമല അയ്യപ്പസ്വാമിയുടെ തിരുനട തുറക്കുകയായി. മേശാന്തിയാണ് തിരുനട തുറക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തന്ത്രിയും കീശാന്തിയും മറ്റ് സഹശാന്തിമാരും ഉണ്ടാകും. അപ്പോൾ ആ നട തുറന്ന ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് നിർമാല്യ ദർശനമാണ്. ആ നിർമാല്യ ദർശനത്തിൽ തലേ ദിവസത്തെ ആ നിർമാല്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയായി. അജ്ഞാന നിർമാല്യം, അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, നന്മയുടെ നിർമാല്യ ദർശനമാണ് നിർമാല്യ ദർശനം. അതിനുശേഷം തന്ത്രി അദ്ദേഹം നടത്തുന്ന അഭിഷേകാദികളാണ്. അപ്പോൾ പ്രധാനമായും ഉഷപൂജ, പിന്നെ ഉച്ചപൂജ തന്ത്രി അദ്ദേഹമാണ്. പിന്നെ അത്താഴപൂജ, അതും മേശാന്തി അദ്ദേഹം തന്നെയാണ്. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ യത്പുണ്ടരീകം ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നിന്നുമാണ്. ആത്മാരാധന കഴിഞ്ഞാൽ തന്ത്രി അദ്ദേഹവും എൻ്റെ അച്ഛൻ മേശാന്തിയായ സമയത്ത് അദ്ദേഹവും എൻ്റെ അളിയനായ എൻ്റെ ഗുരുസ്ഥാനീയനായ ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരി, ശിവൻകുട്ടൻ എന്നറിയപ്പെടുന്ന അദ്ദേഹവും ഈ ആത്മാരാധന കഴിഞ്ഞാൽ പീഠപൂജ, അതിൽ ശതധാരമുച്ചമക്ഷീയമാണ് എന്ന മന്ത്രത്തിന് ശേഷം നമുക്കറിയാം ആധാരശക്തിയായ നമ, മൂലപ്രകൃതിയായ നമ, ആദിർമായ നമ, അനന്തായ നമ, പൃഥിവ്യേ നമ, പം പത്മായ നമ. ഇത് പറയാനാണ് ഞാൻ ഇത്രയും വളച്ചു കിട്ടിയത്. പം പത്മായ നമ. നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് കണ്ടിട്ടുണ്ടാകും. ഈ ഒരു WW എന്ന് എഴുതിയ പോലെ ഇതാണ് പത്മം. ശ്രദ്ധിക്കണം, ഇതാണ് പത്മം, ഇതാണ് താമരപ്പൂവ്. പത്മപത്രമിവംബസ. ഈ താമരപ്പൂവിലുള്ള സുഗന്ധവും നിറവും മധുരവും ഈ വിഗ്രഹ ചൈതന്യത്തിൽ, അതാണ് പം പത്മായ നമ. അപ്പോൾ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നിന്നും പുണ്ടരീകം ഹൃദയ ഗുഹാക്ഷേത്ര ഹൃദയ കമലത്തിൽ നിന്നുമാണ് ഈ അയ്യപ്പസ്വാമിയെ ആവാഹിക്കുന്നത്. തന്ത്രി ആയാലും ശരി, മേശാന്തി ആയാലും ശരി. അപ്പോൾ ഈ അയ്യപ്പനെ ഓരോ ഭക്തജനങ്ങളും അവനവൻ്റെ ഹൃദയ അത്യദ്ഭുതമായ ഒരു രംഗമാണ്. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ ഈ പ്രപഞ്ചം, ആ പഞ്ചഭൂതങ്ങളുടെയും അപ്പനാണ് അയ്യപ്പൻ. പഞ്ചഭൂതങ്ങളുടെയും അപ്പനായ അയ്യപ്പൻ എന്താണ്? ജലം, ഗന്ധം, വായു, ജലം, ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം. ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായി ജലഗന്ധ പുഷ്പ ധൂപ ദീപം. ഇതാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായ ജലഗന്ധ പുഷ്പ ധൂപ ജലം. അപ്പോൾ ഭക്തന്മാർക്കോ ശബ്ദസ്പർശ രസ രൂപ ഗന്ധാദികളിൽ അയ്യപ്പ അനുഭൂതിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അയ്യപ്പസ്വാമിയെ. അപ്പോഴോ അവിടെ ഒരു
അരവണ നിവേദ്യമാണ്. എന്താണ് അരവണ? ഓം അമൃതാത്മനാ നൈവേദ്യം കൽപ്പയാമി. അപ്പോൾ ശബരിമലയിലെ നൈവേദ്യം വളരെ 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 പ്രധാനമാണ്. ഉഷപൂജയ്ക്ക് ഏറ്റവും പ്രധാനമായ ഉഷപ്പായസമാണ്, ചതുശതമാണ് നിവേദ്യം. അപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം ഇത് അവിടുന്ന് ഭക്തന്മാർക്ക് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഉച്ചപൂജ, തന്ത്രി അദ്ദേഹം നടത്തുന്ന ഉച്ചപൂജയ്ക്ക് ആണ് അയ്യപ്പസ്വാമിക്ക് അരവണ നൈവേദ്യം. അതുപോലെ തന്നെ അത്താഴ പൂജയ്ക്ക് അതിഗംഭീരമായ അരവണപ്പായസം, പാനകം, ഉണ്ണിയപ്പം, എള്ളുപായസം മുതലായവ അത്താഴ പൂജയ്ക്ക് നൈവേദ്യമാണ്. അപ്പോൾ ഈ പ്രസാദങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കും. പല രീതിയിലാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ. ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ അയ്യപ്പസ്വാമി സംപ്രീതനായി നമ്മളിൽ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹത്തിന് വിധേയരാവണമെങ്കിൽ നമ്മൾ ഭക്തി എന്ന ഇരുമുടി ശിരസിൽ ധരിക്കണം. ഭക്തിയായിരിക്കണം ഏറ്റവും പ്രധാനം. നമ്മളൊന്നും സംശയിക്കാനില്ല. ചിത്വൈനം സംശയം യോഗമാത്തിഷ്ഠോത്തിഷ്ഠ. എല്ലാ സംശയങ്ങളും ഉപേക്ഷിച്ച മാത്രമേ അയ്യപ്പസ്വാമിയുടെ അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിത് പറയാൻ കാരണം, അയ്യപ്പസ്വാമിയുടെ വാഹനം കുതിരയാണോ അതോ പുലിയാണോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഒന്നും സംശയിക്കേണ്ട. ഇരുമുടി ധരിച്ച് വ്രതവിശുദ്ധിയിൽ എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തർ പമ്പയിലെത്തി പമ്പാസ്നാനത്തോടുകൂടി അയ്യപ്പനായി മാറുകയാണ്. അങ്ങനെയുള്ള ആ അയ്യപ്പ ഭക്തന്മാർ പമ്പാ ഗണപതി ദർശനം ചെയ്ത് കരിമല, നീലിമല, അപ്പാച്ചിമേട് വഴി, ശരംകുത്തിയാൽ വഴി നടപ്പന്തലിലെത്തി ആഴിയിൽ ദർശനം ചെയ്ത് അഗ്നിമേളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഏറ്റവും ആദ്യത്തെ വേദമായ ഋഗ്വേദം തുടങ്ങുന്നതാണ്. ഇവിടെ ഓരോ അയ്യപ്പ ഭക്തനും ഋഗ്വേദ സംസ്കൃതിയിലോട്ട് ഉയരുകയാണ്. 18 മലകൾ ഈ 18ാം പടിയിൽ തന്ത്രി അദ്ദേഹം പൂജിക്കുന്നതാണ്. കലശാഭിഷേകം ചെയ്യുന്നതാണ്. മണ്ഡലം മകരവിളക്ക് കാലത്ത് പടിപൂജയില്ല. മകരവിളക്കിന് ശേഷം വീണ്ടും പടിപൂജ ആരംഭിക്കുകയായി. പിന്നീട് എപ്പോഴൊക്കെ നട തുറക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പടിപൂജയുണ്ട്. ഇതിന് ഓരോ പടിയിലും കലശാഭിഷേകം ചെയ്ത് ഓരോ പടിക്കും പൂജ ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു തമാശ കളിക്കാനുള്ള സ്ഥലമല്ല, സെൽഫി എടുക്കാനുള്ള സ്ഥലമല്ല, ഫോട്ടോഷോപ്പ് നടത്താനുള്ള സ്ഥലമല്ല, മറിച്ച് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ഓരോ ഭക്തനും അയ്യപ്പനായി ഉയരാനുള്ള ഒരു അസുലഭ നിമിഷമാണ്. അപ്പോൾ 18ാം പടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തത്വമസി മഹാവാക്യം. എന്താണ് തത്വമസി മഹാവാക്യം? നീ അതാകുന്നു. നിന്റെ ജീവിത ലക്ഷ്യം എന്താണോ അതിലേക്ക് ഉയരാനാണ് നിനക്ക് 18 പടികൾ. ഈ കൊടിമരമിതാ, സ്വർണ്ണ കൊടിമരമിതാ, അതായി നിനക്കുയരാം. ആ ഫ്ലൈ ഓവറിൽ വിട്ടുകൊണ്ട് കയറി കഴിഞ്ഞാൽ
നിങ്ങളുടെ വാഹനം ഏതാണെന്നുള്ള സംശയം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം ആ ഫ്ലൈ ഓവറിൽ നിന്നും ആ കൊടിമരത്തിൻ്റെ മുകളിൽ സ്വർണത്തിനെ കൊണ്ടുള്ള ഒരു കുതിരയെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. വാഹനമാണ് അയ്യപ്പസ്വാമിക്ക്, കുതിരയാണ്. അങ്ങനെ ആ പ്രദക്ഷിണം വെച്ച് പടിപടിയായി ഇറങ്ങി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നമുക്ക് ശ്രദ്ധിക്കണം. അടുക്കും ചിട്ടയുമുള്ള 41 ദിവസത്തെ വ്രതവിശുദ്ധിയിൽ അയ്യപ്പ തത്വം കേട്ട് അറിഞ്ഞ് വ്രതവിശുദ്ധി ലക്ഷ്യത്തിലൂടെ ആ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ഇവിടെ എത്തുകയായി. ഇവിടെ എത്തി ആ ശരണ ഭജന ലയത്തിലൂടെ ഹൃദയത്തിൽ അയ്യപ്പനെ അങ്ങോട്ട് ധ്യാനിച്ച് ആ ശ്രീലകത്തിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും വിഗ്രഹരൂപമായ അയ്യപ്പ ദർശനം. വിശേഷാൽ ഗ്രാഹ്യതേ ഇതി വിഗ്രഹരൂപത്തിലുള്ള അയ്യപ്പ ദർശനമാണ്. തത്വമസി പൊരുളായ അയ്യപ്പൻ ചിന്മുദ്ര കാണിച്ച് ശതകോടി ഭക്തജനങ്ങൾക്ക് മുഴുവൻ അഭയം നൽകുകയാണ്. ഭയമില്ലാത്ത അവസ്ഥ. ഈ ദർശനം അത് വാക്കുകൾക്കതീതമാണ്. അതിന് വേദങ്ങൾ പറയുന്നു. അയ്യപ്പ ദർശനത്തിലെ വിഗ്രഹ ദർശനത്തെ വേദങ്ങൾ പറയുന്നു. യതോ വാചാ നിവർത്തന്ത അപ്രാപ്യ മനസാ സഖ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ നഭിഭേദി കഥാചന. വാക്കുകൾ ഇവിടെ മുറിയുകയാണ്, ശബ്ദങ്ങൾ പിടയുകയാണ്, കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. മാധവം ബുദ്ധിയിൽ, ബോധത്തിൽ പരമാനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. കണ്ണുകൾ അയ്യപ്പസ്വാമിയുടെ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ശബ്ദങ്ങൾ തിരിച്ചു വരുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളും തിരിച്ചു വരുന്നു അയ്യപ്പ ദർശനത്തിലൂടെ. അതെന്തുകൊണ്ടാണ്? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനേ ശരണമയ്യപ്പ. ഒന്നും അറിയാതെ നാം ശരണം വിളിക്കുന്നു. എന്ത്? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ. അഖിലാണ്ടം കോടി ബ്രഹ്മ അണ്ടം, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടം ഇതിനെ നയിക്കുന്ന നായകനാണ് അയ്യപ്പൻ. ഏത്? അണ്ടമാണ്, അണ്ടമാണ്, ഗോളമാണ്. ഇതൊക്കെയാണ് ക്ഷാശുഷ്ണിം പരിപ്രദക്ഷിണേ. ക്ഷാശുഷ്ണിം ഭൂമി ഉരുണ്ടതാണ്. ഈ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. ഇതൊക്കെയാണ് ഹൈന്ദവ സംസ്കൃതി. അങ്ങനെയുള്ള ആ അയ്യപ്പ ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ മനുഷ്യ മനസ്സിലെ അവാച്യമായ ആ അനുഭൂതിയിൽ നിന്നും നാം സ്വായത്തമാക്കുന്നു. എന്ത്? ജീവിതം മധുര തരളിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൻ്റെ പ്രതീകമായി മാളികപ്പുറത്തമ്മ ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അരവണ മേടിക്കുന്നു. അരവണ എന്താണ്? ആ അയ്യപ്പ മധുരം. ജീവിതത്തിൽ നമുക്ക് ദർശനം ലഭിച്ച അയ്യപ്പ മാധുര്യം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ അച്ഛനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കുമായി കൊണ്ടുവരികയാണ് അരവണ. അപ്പോൾ ആ അയ്യപ്പ ദർശനം ആ അരവണ പോലെ, ആ അയ്യപ്പ ഉണ്ണിയപ്പം പോലെ അതിമധുരമാണ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. അയ്യപ്പസ്വാമി ത്വമേവ, എൻ്റെ അച്ഛൻ അയ്യപ്പസ്വാമിയാണ്, എൻ്റെ അമ്മ അയ്യപ്പസ്വാമിയാണ്, എൻ്റെ ഗുരു അയ്യപ്പസ്വാമിയാണ്, എൻ്റെ ബന്ധു അയ്യപ്പസ്വാമിയാണ്, എൻ്റെ ആത്മസുഹൃത്ത് അയ്യപ്പസ്വാമിയാണ്. ത്വമേവ വിദ്യ, എൻ്റെ അറിവാണ് തത്വമസി പൊരുളായ അയ്യപ്പസ്വാമി. എൻ്റെ നേട്ടങ്ങൾ മുഴുവൻ അയ്യപ്പസ്വാമിയാണ്.
അങ്ങനെയുള്ള അയ്യപ്പസ്വാമിക്ക് ത്വമേവ സർവം മമ ദേവദേവ, എൻ്റെ അയ്യപ്പസ്വാമിക്കായിക്കൊണ്ട് എൻ്റെ ജീവിതം, എൻ്റെ സർവസ്വവും ഞാൻ സമർപ്പിച്ചു കൊള്ളുന്നു. അങ്ങനെയുള്ള അയ്യപ്പ ഭജനയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം പരമാനന്ദ സംപ്ലുത, പരമാനന്ദത്തിൽ കൊണ്ട് നടക്കാനായിക്കൊണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. സത്യം പരം ധീമഹി. സ്വാമി ശരണമയ്യപ്പ. നിങ്ങൾ അനുഭവിച്ച ഈ അരവണപ്രസാദം, ഈ അനുഭൂതി നിങ്ങൾ മറ്റുള്ളവരിലും എത്തിക്കാൻ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അയ്യപ്പനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടാവുന്നതാണ്. മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കളിലും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. നമ്മൾ ഈ സംസ്കൃതിയിൽ, അയ്യപ്പ സംസ്കൃതിയിൽ വളരണം. നമ്മുടെ മക്കളെ അയ്യപ്പ സംസ്കൃതിയിൽ വളർത്തണം. മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തണം. എന്തിന്? തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാനാണ്. തകരാത്ത തളരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാനാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിൽ സമ്പന്നതയിൽ ജീവിക്കാനാണ് അയ്യപ്പ ഉപാസന. ഞാനിതുകൊണ്ട് എൻ്റെ ജന്മം ധന്യമാക്കി മുന്നോട്ട് നയിക്കുന്നു. നിങ്ങൾക്കും ഇത് സാധിക്കും. അതിന് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.